ഹായ് സ്നേഹിതരെ, നമ്മൾ പലരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രത്യേക നിയോഗങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. സുഭാഷിതങ്ങൾ 30-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ വചനം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ പതിച്ചു. അതിതാണ് സുഭാഷിതങ്ങൾ 30-ാം അധ്യായം 7, 8, 9 വചനങ്ങൾ. 2 കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. മരണം വരെ എനിക്ക് അവ നിഷേധിക്കരുത്. 1-ാമത്തെ കാര്യം 8-ാമത്തെ വാക്യം, അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. 2-ാമത്തെ കാര്യം, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുതേ. ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. ഇതിലെന്നെ സ്പർശിച്ച ഒരു വചനം, ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് നൽകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സമൃദ്ധിയുണ്ടായാൽ ഞാൻ അങ്ങയെ അവഗണിക്കും, ദൈവത്തെ അവഗണിക്കും. അതാണ് 9-ാമത്തെ വാക്യം. ഞാൻ സമൃദ്ധിയിൽ അങ്ങയെ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. വചനം തുടരുന്നു, ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. അപ്പോൾ എനിക്ക് ദാരിദ്ര്യവും വേണ്ട, സമൃദ്ധിയും വേണ്ട. എന്ത് നല്ല മനോഭാവത്തോടുകൂടെ പ്രാർത്ഥനയാണെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടത്താൽ ഈ 2 കാര്യവും, സമൃദ്ധിയുണ്ടായാൽ ഞാൻ ദൈവത്തെ തള്ളിപ്പറയാൻ സാധ്യതയുണ്ട്, കർത്താവ് ആരെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ദാരിദ്ര്യം വന്നാൽ ഞാൻ മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കും. ദൈവത്തിൻ്റെ നാമം ഞാൻ ദാരിദ്ര്യത്തിലേക്ക് പോകുമ്പോൾ മറന്നുകൊണ്ട് ഞാൻ മോഷ്ടാവായി മാറും. ശരിക്കും ദൈവത്തിൻ്റെ വചനത്തിന് അവാച്യമായ അർത്ഥമുണ്ടെന്ന്, നിലനിൽക്കുന്ന അർത്ഥമുണ്ടെന്ന്, എൻ്റെ ജീവിതത്തെ ശരിക്കും സടകുണ്ടിഞ്ഞെഴുന്നേൽപ്പിക്കുന്ന അർത്ഥമുണ്ടെന്ന് ഈ വചനത്തിലൂടെ എനിക്ക് മനസ്സിലായി. നമ്മുടെ പ്രാർത്ഥന എങ്ങനെയുള്ളതാണ്? നിരത്തി വച്ചുള്ള, നിയോഗം വച്ചുള്ള പ്രാർത്ഥന, അതോ ഈ സുഭാഷിതങ്ങളിൽ നാം വായിക്കുന്നത് പോലെ, കർത്താവ് എനിക്ക് ദാരിദ്ര്യം തരല്ലേ, എനിക്ക് സമൃദ്ധി തരല്ലേ, എനിക്ക് ദാരിദ്ര്യവും വേണ്ട, സമൃദ്ധിയും വേണ്ട കർത്താവേ, എനിക്ക് ആവശ്യത്തിന് ആഹാരം തന്ന് എന്നെ പോറ്റണമേ. അതെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനനം ചെയ്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് അത്യാവശ്യമായിട്ടുള്ളത് തരണമേ, എനിക്ക് ആവശ്യമായിട്ടുള്ള തരണമേ. സമൃദ്ധി നൽകരുത് കർത്താവേ, ദാരിദ്ര്യം നൽകുന്ന കർത്താവേ. സമൃദ്ധി അങ്ങയെ അവഗണിക്കുന്നവനാക്കി മാറ്റും, ദാരിദ്ര്യം അങ്ങയെ നിന്ദിക്കുന്നവനായി മാറ്റും, അങ്ങയുടെ നാമത്തെ നിന്ദിക്കുന്നവനായി മാറ്റും. ആകയാൽ കർത്താവേ, എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.